ഈ മസാല പടങ്ങളിൽ നായകന്മാരെ അവതരിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? അവതാര പ്രവികളുടെ തേങ്ങാക്കൊല ഉൾക്കൊണ്ട് പൊങ്ങി വരാൻ പോകുന്ന ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹം എന്നാണ്. അപ്പതാ വെള്ളത്തിൽ നിന്ന് ഉയർന്നു വരുന്നു നമ്മുടെ നായകൻ, സൂപ്പർ താരം. ഒരു മാറ്റവും ഇല്ലല്ലോ. കട്ടിക്ക് മണി വ്യത്യാസത്തിന് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി, നമ്മുടെ ഇഞ്ചിന് തവിട് കൂടി. ഭയങ്കരം തന്നെ. കണ്ടോ, ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി കോയക്കാം. என்ன சத்தம்? എന്താണ് ശരിയാവും. எந்த தொழில் செய்தால் என்ன செய்யும் தொழில் தெய்வம் என்று வட்டுக்கோட்டை பாட்டில் சொன்னானே. അതല്ലടാ, ഇതൊക്കെ വിശ്വസിക്കുവോ? പിന്നെ വിശ്വസിച്ചിട്ടുണ്ട്. നീ ഇത്രല്ലേ കണ്ടുള്ളൂ, അങ്ങോട്ട് നോക്കിയേ. ദൈവമേ, ഇവിടെ നിന്ന് നാശമാക്കും. അറിയായിരുന്നു എനിക്ക്. അവന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു തീ ഉള്ളത് എനിക്ക് അറിയായിരുന്നു. എന്തരുണ്ടേ നീ പറയണത്? പെങ്ങടെ വിഷയത്തിലും എന്റെ വിഷയത്തിലും ഇടപെട്ടാൽ വിടില്ലെന്ന് എനിക്ക് അറിയായിരുന്നു. അറിയാച്ചാ നിനക്ക് നാടകത്തിൽ അഭിനയിച്ചാൽ പരിചയം ഉണ്ടല്ലേ? എന്തിനാ ഓവർ ആക്ടിങ് ഒക്കെ? 1 രൂപയ്ക്ക് അഭിനയിക്കാൻ പറഞ്ഞാൽ 9 രൂപയ്ക്ക് അഭിനയിക്കണ്ട കേട്ടോ. എനിക്കറിയായിരുന്നു. എനിക്കറിയായിരുന്നു. അറിയായിരുന്നു. നിന്റെ ഒറിജിനാലിറ്റി കളഞ്ഞിട്ട് ഈ ഓവർ ആക്ഷൻ ചെയ്യുന്നില്ല, അത് ആദ്യം നിർത്തും. സർ, ഈ ഓവറായിട്ട് ചെയ്ത് ഇത്തിരി ശീലിച്ചു പോയി. അയ്യോ, എനിക്കാകെ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നടി. എന്റെ വീരൻ ആയുധ പൂജയ്ക്ക് തയ്യാറെടുക്കുകയാണെന്നോ? നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കൊറേ സമയമായിട്ട് കളിയാക്കണ്. കൊള്ളൂലല്ലേ? വേണ്ടായിരുന്നു. ഭയങ്കര മോശമായി പോയി. ദൈവമേ, ആ വീരനെ പോലെയുള്ള നടത്തം നോക്കിയേ. ആദ്യം സാറിന്റെ പ്രോബ്ലം എന്താണെന്ന് പറ. എന്റെ ഉള്ളിൽ നിറഞ്ഞ് എന്തോ ഒന്ന് തുളമ്പുന്നത് പോലെ. Problems are